ഇന്ന് വീഡിയോ സ്റ്റാറ്റസ് ഇടാനായിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റർ കിട്ടിയില്ല. അപ്പോഴാണ് കൊരട്ടിക്കടുത്ത് വെസ്റ്റ് കൊരട്ടി പോകേണ്ട ഒരു കാര്യം ഉണ്ടായത്. അങ്ങനെ വെസ്റ്റ് കൊരട്ടി പോയി തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ഇതൊരു സായാഹ്നത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊവൈഡിങ്സാണ്. ഈ റോഡിൻ്റെ സൈഡിൽ അത്യാവശ്യം വീതിയുള്ളിടത്ത് മാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഇതിൽ മുമ്പ് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചിരുന്നു, മാങ്ങ കുറവായിരുന്നു. അടുത്ത വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. വൈകുന്നേരങ്ങളിൽ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഇവിടെ കാണാറില്ല, കുറച്ച് ആളുകൾ മാത്രമേ ഇരിക്കുകയുള്ളൂ. പക്ഷേ ഏത് സമയത്തും ഇവിടെ നല്ല കാറ്റുണ്ടാവും. ഞാനിപ്പോൾ ഇത് ശരിക്കും ഈ ഷൂട്ട് ചെയ്യുന്നത് 1 മണി സമയത്താണ്. ഈ 1 മണി സമയത്ത് ഇവിടെ നല്ല ക്ലൈമറ്റാണ്, നല്ല കാലാവസ്ഥയാണ്, നല്ല കാറ്റാണ്. ഈ പാടം എന്ന് പറയുന്നത് ഒരിക്കൽ കാർഷിക സമൃദ്ധി ഉണ്ടായിരുന്ന പാടമായിരുന്നു. ഈ സമയത്തൊക്കെ മുമ്പ് നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ നെൽകൃഷിയൊന്നുമില്ല. ഒരു വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നുള്ളൂ. നമ്മുടെ വെസ്റ്റ് കൊരട്ടി എന്ന് പറയുന്നത് ഒരു 4 പാടങ്ങൾ കൂടിയതാണ് വെസ്റ്റ് കൊരട്ടി പാടം. അങ്ങനെ അത് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് ആണ് നെൽകൃഷി ഉണ്ടായിരുന്നത്. അതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ നല്ല ഓർമ്മകളാണ്. അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമ്മർ വെക്കേഷൻ കാലത്ത് ഇങ്ങനെയൊക്കെ വരാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യം. എല്ലാവർക്കും ഇല്ലാത്തൊരു ട്രെൻഡാണ് ഞാൻ കാണിക്കുന്നതെന്നറിയാം. ഇതിൽ കൂടിയിട്ട് ചിലർക്കൊരു ഇത് ആസ്വദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ചിലരെങ്കിലും ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകളിലേക്ക്, പാസ്റ്റിലേക്ക്, നമ്മുടെ ഹിസ്റ്ററിയിലേക്ക്, നമ്മൾ ആരായിരുന്നു എന്നുള്ള തോന്നലിലേക്കൊക്കെ പോകുമ്പോഴാണ് ശരിക്കും ജീവിക്കാൻ കഴിയുക. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ സീനറികളും ഈ സായാഹ്നങ്ങളും ഇതുപോലെയുള്ള ഈ ഹരിതാപമാർദ്ദമായിട്ടുള്ള പരിസ്ഥിതി പ്രദേശങ്ങളൊക്കെ നമുക്ക് വളരെ ആസ്വാദ്യമാവും. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നുകൂടി പറയുകയാണ്. ഇത് ചേറങ്ങരയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ അകലെയുള്ള വെസ്റ്റ് കൊരട്ടി പാടമാണ്. തത്തമത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. വെസ്റ്റ് കൊരട്ടിക്കടുത്ത് തത്തമത്ത് എന്ന സ്ഥലം. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ല രസമാണ്. ഈ മാവിൻ്റെ സൗകര്യങ്ങൾ ഇവിടെയൊക്കെ എത്ര ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ തന്നെ വരുന്നുണ്ട്. പക്ഷേ എൻജോയ്മെൻറ്റ് കുറവാണ്. കാരണം ഞങ്ങൾ കൊരട്ടി പഞ്ചായത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന മാതിരി 2 പ്രാവശ്യം ഏറ്റവും നല്ല പഞ്ചായത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ള പഞ്ചായത്താണ്. വളരെ മതത്തിൽ ഊന്നിയിട്ടുള്ള ജനങ്ങളും നല്ല സഹകരണമുള്ള, നല്ല ഡെവലപ്മെൻറ്റുള്ള, ക്രിയേറ്റീവായിട്ടുള്ള ഒരു പഞ്ചായത്താണത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതുപോലുള്ള സ്ഥലങ്ങൾ തന്നെ കൊരട്ടി പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10-30 സ്ഥലത്തെങ്കിലും പ്രൊവൈഡീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാഴ്ചയിലേക്ക് എല്ലാവരേക്കും സ്വാഗതം.